എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുൻ വീഡിയോകളുടെ ഹോംവർക്കുകളും യൂണിറ്റ് ടെസ്റ്റുകളും വാട്സാപ്പ് മെസ്സേജ് ചെയ്തവർക്ക് എല്ലാം അയച്ചിട്ടുണ്ട്. നിങ്ങൾ അയച്ചു തന്ന എല്ലാ ആൻസർ ഷീറ്റുകളും പരിശോധിച്ച് മാർക്കിട്ട് അയക്കുകയും തിരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞുപോയി എന്നതിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഏറ്റവും ഉയർന്ന മാർക്കാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം കരുതിയാൽ മതി. ഇതിന് കൂടുതൽ പരീക്ഷകൾ എഴുതി ശീലിക്കുക മാത്രമേ മാർഗമുള്ളൂ. 500 വേഡ്സിൽ എഴുതേണ്ട ഒരു എസ്സേ 100 വേഡ്സിൽ എഴുതിയാൽ അതിനനുസരിച്ച് മാർക്ക് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനുള്ള ഏക പരിഹാരമാണ് ഇത്തരം യൂണിറ്റ് ടെസ്റ്റുകളും ഹോംവർക്കുകളും. വർഷങ്ങളായി നമ്മൾ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്നത് ഇത്തരം പരിശീലന മാർഗങ്ങൾ അവലംബിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡിസ്കസ് ദ കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് സോഷ്യൽ റിഫോം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും ആശയം ചർച്ച ചെയ്യുക എന്ന ഈ ചോദ്യം നിരവധി വർഷങ്ങളായി വിവിധ യൂണിവേഴ്സിറ്റികളുടെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടതും പലതവണ ചോദിച്ചതുമായ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ BSW വിദ്യാർത്ഥികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണിത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. എന്താണ് സാമൂഹിക പ്രസ്ഥാനങ്ങളും സാമൂഹിക പരിഷ്കരണവും? സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരസ്പര ബന്ധിതമായ 2 ആശയങ്ങളാണ് സോഷ്യൽ മൂവ്മെൻറ്റും സോഷ്യൽ റിഫോമും, അതായത് സാമൂഹിക പ്രസ്ഥാനങ്ങളും സാമൂഹിക പരിഷ്കരണവും. നിലവിലുള്ള സാമൂഹിക ക്രമത്തിലെ മാറ്റങ്ങളെ ചെറുക്കാനോ സ്വാധീനിക്കാനോ ശ്രമിക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഒരു സാമൂഹിക പ്രസ്ഥാനം. ഒരു സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ അഥവാ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്ക് താഴെ പറയുന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കും. മാറ്റത്തിനായുള്ള അസംതൃപ്തിയും ആഗ്രഹവും. അതായത് നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം, അതിൽ അസംതൃപ്തരായ ഒരു കൂട്ടം ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു, അതിനവർ സംഘടിക്കുന്നു. അതിനായി അവർ അവബോധവും കൂട്ടായ പ്രവർത്തനവും നടത്തുന്നു. അതിനുവേണ്ടി ഒരു ആസൂത്രിത പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചുകൊണ്ട് വൈവിധ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നാൽ ഇതിനൊരു ദോഷമുള്ളത്, ഇത് അസ്ഥിരവും ക്ഷണികവുമായ സ്വഭാവമാണ്. ഏത് സമയവും ഈ യൂണിറ്റുകൾ, ഈ സാമൂഹിക സംഘടനകൾ ഇല്ലാതാകാം. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് എത്രയോ സംഘടനകൾ വളരുന്നു, പിന്നീട് അത് പലപ്പോഴും അപ്രത്യക്ഷമാകുന്നതും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇത്തരം സാമൂഹിക പ്രസ്ഥാനം ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തുന്നതായതുകൊണ്ട് അതേത് സമയവും അത് കുറേ പേര് മാറുകയോ അല്ലെങ്കിൽ ആ ആശയം സാക്ഷാത്കരിച്ചതിന് ശേഷം ആ സംഘടന തന്നെ ഇല്ലാതാകുകയോ ചെയ്യാറുണ്ട്. സാമൂഹിക തിന്മകൾ, ചൂഷണം, സംഘർഷങ്ങൾ, സാംസ്കാരിക മാറ്റങ്ങൾ എന്നിവയിലൂടെയാണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത്. വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും അവയുടെ ആവിർഭാവത്തെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കൊറോണ കാലഘട്ടങ്ങളിൽ ഒട്ടേറെ സംഘടനകളും വാട്സപ്പ് കൂട്ടായ്മകളും ഒക്കെ രൂപീകരിച്ച് അത് ഇന്നും പലതും സജീവമായി രംഗത്തുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. അതൊക്കെ രജിസ്ട്രേഷനും മറ്റുമെടുത്ത് നല്ല രീതിയിൽ തന്നെ ഒരു പ്രദേശത്തിൻ്റെ മാതൃകയായി വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ സമൂഹത്തിലൊരു മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. സാമൂഹിക തിന്മകളെ നേരിടുന്നതിനും ചൂഷണം തടയുന്നതിനും ഇത് സഹായിക്കും. 2002 ഗുജറാത്തിലെ സാമുദായിക കൂട്ടക്കൊലയ്ക്ക് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള അനുരഞ്ജന സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഗുജറാത്ത് ഹാർമണി എന്ന പ്രൊജക്റ്റ് ഉപദേശക സമിതിയുടെ ചെയർമാനും കേരളീയനുമായ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രത്തിലെ പ്രമുഖരിൽ ഒരാളായ TK ഉമ്മൻ സാറിൻ്റെ അഭിപ്രായത്തിൽ കൂട്ടായ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും
ശരിയായ മൂല്യങ്ങളും തത്വങ്ങളും ഉപയോഗിച്ച് വ്യക്തിഗത വികസനം ഉറപ്പു നൽകുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം സോഷ്യൽ മൂവ്മെൻറ്റിനെ കുറിച്ചൊരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നെറ്റിലും മറ്റും ലഭ്യമാണ്. കഴിവതും BSW വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എടുത്തിരിക്കുന്നവരൊക്കെ ഇത് പഠിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് എന്താണ് സാമൂഹിക പരിഷ്കരണം അഥവാ സോഷ്യൽ റിഫോം എന്ന് നോക്കാം. സാമൂഹിക പുരോഗതിക്കും മനുഷ്യവികാസത്തിനും തടസ്സമാകുന്ന പ്രത്യേക രീതികൾ ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ അഹിംസാത്മക ശ്രമങ്ങളാണ് സാമൂഹിക പരിഷ്കരണത്തിൽ ഉൾപ്പെടുന്നത്. ഒരു സാമൂഹിക തിന്മയുടെ നിലനിൽപ്പ് അത് പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾ. ഒരു സമൂഹത്തിൽ ഒരു സാമൂഹിക തിന്മ നിൽക്കുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടം നമ്മൾ സ്ത്രീധനത്തിനെതിരെ സംഘടിച്ചു. സ്ത്രീധനം എന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ജാതീയത എന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ നമ്മൾ ഒന്നിക്കുകയും അത് പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ തൃപ്തികരമാണെന്ന വിശ്വാസം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാം. പ്രേരണ, മനസ്സാക്ഷിവൽക്കരണം പോലുള്ള അഹിംസാത്മക രീതികൾ എന്നിവ സോഷ്യൽ റിഫോമിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. അതൊക്കെ നമ്മൾ കൃത്യമായ നമ്മുടെ നോട്ടുകളിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അത് എല്ലാവരും ഒന്ന് നോക്കി എഴുതണമെന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സാമൂഹിക പരിഷ്കരണം മുഴുവൻ സാമൂഹിക വ്യവസ്ഥയും സമൂലമായി മാറ്റാതെ പ്രത്യേക പ്രശ്നങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നവയാണ്. എന്നാൽ സാമൂഹിക വിപ്ലവമാകട്ടെ നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കുകയും മനുഷ്യർക്കും സാമൂഹിക വികസനത്തിനും മാറ്റം വരുത്താൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. കാരണം ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടനകളൊക്കെ അത്തരമൊരു സാമൂഹിക വികസനത്തിനാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തകർക്ക് സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും പ്രൊഫഷണൽ സാമൂഹിക പ്രവർത്തകർക്ക് സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം അത്യാവശ്യമാണ്. വിപ്ലവകരമല്ലാത്ത സമീപനങ്ങളിലൂടെ സാമൂഹിക തിന്മകളും അനാരോഗ്യകരമായ രീതികളും ഇല്ലാതാക്കുന്നതിൽ സാമൂഹിക പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമൂഹിക പ്രസ്ഥാനങ്ങളെയും സാമൂഹിക പരിഷ്കരണങ്ങളെയും മനസ്സിലാക്കുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നല്ല മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും സാമൂഹിക പ്രവർത്തകർക്ക് കഴിയും. സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കുന്നതിൽ സാമൂഹിക പ്രസ്ഥാനങ്ങളും സാമൂഹിക പരിഷ്കരണവും അനിവാര്യമായ ആശയങ്ങളാണ്. സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് കാരണമാകുന്ന പ്രധാന സവിശേഷതകളും ഘടകങ്ങളും തിരിച്ചറിയുന്നതിലൂടെയും സാമൂഹിക പരിഷ്കരണ തത്വങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും കൂട്ടായ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശരിയായ മൂല്യങ്ങളും തത്വങ്ങളും ഉപയോഗിച്ച് വ്യക്തിഗത വികസനം ഉറപ്പു നൽകുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിലും സാമൂഹിക പ്രവർത്തകർക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. ഇത് നിരവധി വർഷങ്ങളിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടതും പലതവണ ചോദിച്ചതുമായ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളോടൊത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിലൂടെ താങ്കൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തരുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.